നന്ദി കരേറ്റാനുള്ള സമയമാണിത്. ഹല്ലേലൂയ ജീസസ്. ഈ മായാലോകത്ത് നമുക്ക് പ്രശംസിപ്പാൻ യാതൊന്നുമില്ല. നമുക്ക് പ്രശംസിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, അവൻ ചെയ്ത നന്മകളൊക്കെ ഓർത്ത് നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഈ ഉറപ്പ് എത്ര പേർക്ക് ഉണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊക്കെ ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താമോ? അല്പസമയം നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാനുള്ള സമയമാണ്. മായാലോകേ പ്രശംസിച്ചിടുവാ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ, എൻ്റെ ആനന്ദമേ. എത്ര പേരൊക്കെ ഉറപ്പുണ്ട്? ആരും അനങ്ങുന്നില്ല, ആരും മിണ്ടുന്നില്ല. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എനിക്ക് പ്രശംസിപ്പാനുള്ള ദൈവസ്നേഹമല്ലാതെ, എനിക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങളല്ലാതെ, അവൻ ചെയ്ത നന്മകളല്ലാതെ ഒന്നുമില്ലെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. എനിക്കറിയാം മഴയുടെ പ്രതികൂലങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഇത്ര പേർക്ക് കർത്താവ് കടന്നു വരുവാൻ ഇടയാക്കി. നിങ്ങൾ വന്നത് വെറുതെ ആയി പോകത്തില്ല. നിങ്ങൾ വന്നത് ഒരിക്കലും വെറുതെ ആയി പോകത്തില്ല. ഇത് നാം പലത് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടേ കടന്നു പോകത്തുള്ളൂ. ആ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് അല്പസമയങ്ങൾ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാമെങ്കിൽ, ആരാധനയ്ക്ക് യോഗ്യനായവന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നാം ഒരുമിച്ച് അതിരകളൊക്കെ തുറന്നിട്ട് മായാലോകേ പ്രശംസിച്ചിടുവാ പറ. യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ എൻ്റെ പ്രശംസയേ, എൻ്റെ ആനന്ദമേ. അതുകൊണ്ടൊന്ന് പറയാമോ? സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. ആ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് ചേർന്ന് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ആ ദൈവ സ്നേഹത്തിന്റെ വൻകൃപയെ ഒന്ന് ഓർത്തുകൊണ്ട് അതൊന്ന് ധ്യാനിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടാം. ഒഴുകി ഒഴുകി അടികനിൽ പെരുകണമേ അങ്ങയുടെ ആത്മാവിനെ, എന്നിലൊന്നൊരു പെരുക്കം സംഭവിക്കണമേ എന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ചേർന്ന് ഒരുമിച്ച് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ നീ. സമർപ്പണത്തോടൊന്ന് പറയാം. അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഹോ ഞാനോ കുറയേണമേ. ആ നിത്യസ്നേഹം എന്നെ തേടി വന്നു. പലപ്പോഴും
പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിന് മധ്യേ ഏറിയപ്പോൾ, ആ ദൈവസ്നേഹം എന്നെ തേടി വന്നിട്ട് ആ നിത്യ സന്തോഷം നമുക്ക് നൽകി ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ ആ ഉറപ്പുള്ളവർ മാത്രം ചേർന്ന് പാടാമോ? നിത്യസ്നേഹം എന്നെയും തേടി വന്നു, ആ നിത്യ സൗഭാഗ്യം എനിക്ക് എൻ്റെ കർത്താവ് തന്നെന്ന്. ഹീനനായ എന്നെ നല്ലൊരു മാനപാത്രമാക്കി എൻ്റെ കർത്താവ് മെനഞ്ഞെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? അങ്ങനെയുള്ളവർ ചേർന്ന് നരകങ്ങൾ തുറന്ന് നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി, മാനപാത്രമായി മാനപാത്രവുമാ. നിത്യസ്നേഹം നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി, മാനപാത്രവുമാ. ചേർന്നൊരുമിച്ച് സ്നേഹമാം ദൈവമേ നീ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ഓ സ്നേഹമാ നീ എന്നിൽ അനുദിനം നീ വളരേണമേ, ഞാനോ കുറയണമേ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശുരക്ഷകൻ താങ്ങും താണാലുമായി അവനെന്നെ മറക്കുകയില്ല, അവനെന്നെ മറക്കുകയില്ല. മൃത്യുവിലും കൈവിടില്ല, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. ചേർന്നൊരുമിച്ച് തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുമോ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം അവരെ ഞാൻ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോനെ ഭാരമെല്ലാം എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഓ യേശുവിൽ എന്നോടനെ കണ്ടേ, എനിക്കെല്ലാമായവനെ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ.
വൻ തുമ്പ ദുഃഖങ്ങളിൽ, എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എന്നോട് നേരിട്ട് സംസാരിച്ച ദൈവം. എത്ര പേർക്ക് ഈ അനുഭവമുണ്ട്? ശാരോനിലെ പനിനീർ പുഷ്പമായവൻ, താഴ്വരകളിലെ താമരയായവൻ. ഹല്ലേലൂയ. ഇത്രയേറെ പദങ്ങൾ നൽകി നമ്മുടെ കർത്താവിനെ വർണ്ണിക്കണമെങ്കിൽ ഈ കർത്താവ് എത്ര വലിയവനാണെന്നറിയാമോ? ഹല്ലേലൂയ. അവൻ സ്തുതികൾക്ക് യോഗ്യനാ. ഹല്ലേലൂയ. സകല ചരാചരത്തെയും നിർമ്മിച്ചവനാ. ഹല്ലേലൂയ. അവൻ മനുഷ്യനിൽ ജീവശ്വാസം ഊതിയവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ കർത്താവിനെ മതി വരാതെ വണ്ണം ആരാധിക്കുവാൻ, ഈ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ, കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ എത്ര പേർക്ക് മനസ്സൊന്നും കൊടുക്കുവാൻ സാധിക്കും? കർത്താവെ, ഇന്ന് ഞാനിവിടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, അങ്ങേ ഞാൻ സ്തുതിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാതെ പോയ നന്മകൾ, എനിക്ക് ലഭിക്കാതെ പോയ നന്മകൾ ഞാൻ ഉറപ്പോടൊന്ന് പറയാം. നിങ്ങൾ കർത്താവിലേക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് പകർന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ കടന്നു വൃഥാവായി പോകത്തില്ല. ഹല്ലേലൂയ. ഇത്രയേറെ സാഹചര്യങ്ങളെ മറികടന്ന് നാം ഇവിടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവിന് എന്തോ വലിയ പ്ലാനുണ്ട്. ഹല്ലേലൂയ. ആ പ്ലാനിനകത്താണ് നാം ആണെങ്കിൽ ഇന്ന് പകൽക്കാലം ആര് നിങ്ങളുടെ മേൽ കൈവെക്കണ്ട, ആര് നിങ്ങളോട് ദൂത് പറയണ്ട. ഹല്ലേലൂയ. നിങ്ങളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുവാൻ, ഇറങ്ങി വന്ന് നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയണം. ഹല്ലേലൂയ. പലപ്പോഴും ചിന്തിച്ച സാഹചര്യങ്ങളില്ലേ, കർത്താവേ ഞാൻ ഏകനായി പോയി, എനിക്ക് ആരുമില്ലപ്പ എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ പലപ്പോഴും കർത്താവ് പറഞ്ഞില്ലേ, മോനെ മോളെ, നീ ഏകയല്ല, നീ ഏകനല്ല, നിന്റെ കൂട്ടത്തിൽ ഞാനുണ്ടെന്ന്. ഹല്ലേലൂയ. ആ ഉറപ്പാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവിതമാകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നാം കർത്താവിനോട് ചോദിച്ചതാണ്. പക്ഷെ ഞാനിതൊന്ന് പറയാം, ആര് മറന്നാലും, ആര് നിന്നെ അകറ്റി നിർത്തിയാലും നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിന് മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പെറ്റമ്മ പോലും കാണാതെ പോകുന്ന സാഹചര്യങ്ങളിൽ, നിന്റെ കൂടപ്പിറപ്പുകൾ നിന്നെ കാണാതെ പോകുന്ന സാഹചര്യങ്ങളിൽ, നിന്റെ കൂടെ ഉണ്ടാകാമെന്ന് പറഞ്ഞവർ നിന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളിൽ നിന്റെ കൂടെ ഉറപ്പോടെ നിന്നെ താങ്ങി നിർത്തുന്ന ഒരു കരമുണ്ട്. യേശുവിന്റെ കരമാണ്. സ്വർഗം തുറന്നിട്ട് തന്റെ ദൂതഗണങ്ങളെ കൊണ്ട് നമ്മളെ കാവൽ ചെയ്ത് ഒരുവനുണ്ട്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? പെറ്റമ്മ പോലും കാണാത്തവൻ കാട്ടി ഏകനായി ഞാൻ തളർന്നിടുമ്പോ സ്വർഗം തുറന്നു നീ ദൂതഗണങ്ങളാ കണ്ണുനീർ തുടപ്പാൻ വന്നിരുന്നില്ലെങ്കിൽ ക്ഷീണിതനാ തകർന്നു പോയേനെ ഞാൻ, ക്ഷീണിതനാ വാടി വീണേനെ. ശരിയല്ലേ? കർത്താവ് നമ്മുടെ കടം പിടിക്കുവാൻ നമ്മോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഈ മരുഭൂയാത്ര നാം പട്ടുപോയത്. ഹല്ലേലൂയ. പക്ഷെ ഇത് തളരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവൊന്നുമല്ല. ഹല്ലേലൂയ. ഒന്നു മാത്രമാണ്, തൻ്റെ ദൂതഗണങ്ങളെ കൊണ്ട് നമ്മളെ കാവൽ ചെയ്ത ആ കർത്താവ്. ഹല്ലേലൂയ. തൻ്റെ ദൂതസഞ്ചയത്തെ നമ്മളെ നിർത്തിയ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ നാം ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പാട്ടിൻ്റെ വരികൾ അറിയാമെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊക്കെ നമ്മളോട് ചേർന്ന് ഒരുമിച്ച് പാടുമ്പോൾ ഇന്ന് വലിയ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ കാലേബ് തന്നെ അനുഭവങ്ങളിലൂടെ എഴുതി വെച്ച വരികളാണിത്. ഹല്ലേലൂയ. പല വേദികളിൽ ഈ ഗാനം പാടുമ്പോൾ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. പാടിയിടത്തൊക്കെയും വലിയ ദൈവ സാന്നിധ്യം എനിക്കും കടന്നു വന്നിരിക്കുന്ന ജനത്തിൽ തിരിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ വെറുതെയല്ല. ഉറപ്പോടൊന്ന് പാടാൻ സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ നിരാശകളെ മാറ്റുമ്പോൾ കർത്താവിനെ ഇറങ്ങി വരും. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങളെ മാറ്റുമ്പോൾ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. നിന്റെ തകർച്ചകളെ മാറ്റി നിന്നെ ഒന്ന് പണിയുവാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? കർത്താവിലേക്ക് ഹൃദയങ്ങളേക്ക് ഒന്ന് കൊടുത്തിട്ട് ആ കണ്ണുകളൊക്കെ നടച്ച് ഞങ്ങളോട് ചേർന്ന് ഒരുമിച്ച് ഓ പെറ്റമ്മ പോലും തള്ളിയവൻ കാട്ടിൽ ഏകനായി ഞാൻ തളർന്നിടുമ്പോ പെറ്റമ്മ പോലും കാണാത്തവൻ കാട്ടിൽ ഏകനായി ഞാൻ തളർന്നിടുമ്പോൾ സ്വർഗം തുറന്നു ദൂതഗണങ്ങളാ കണ്ണുനീർ തുടപ്പാൻ വന്നിരുന്നില്ലെങ്കിൽ ക്ഷീണിതനാ തകർന്നു പോയേനെ ഞാൻ. ക്ഷീണിതനാ വാടി വീണേനെ. ആര് പറഞ്ഞാലും ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും ഉറപ്പെടുന്ന പാടാമോ? എന്നെ കൈവിടുമോ? ആരു പറഞ്ഞാലും ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ? ആഴിയിന്നോളങ്ങൾ ആർത്തിനം വീടുമ്പോ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ. പണ്ടു തന്നെ വാടി വീണേനെ. രാത്രിയുടെ നാലാം യാമത്തിലും നിന്റെ കണ്ണുനീരിന് മുൻപിൽ ഇറങ്ങി വരുവാൻ കഴിവുള്ളവനെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആരും കാണാതെ നീ കരഞ്ഞ സാഹചര്യങ്ങളിൽ, ആരും കാണാതെ നീ ദുഃഖിച്ച സാഹചര്യങ്ങളിൽ നിന്നെ നടത്തുന്ന ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ നാമം അത്രേ സകലത്തിനും മേലായ നാമം. ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സ്നേഹമല്ല എൻ്റെ യേശുവിന്റെ സ്നേഹം. നിന്റെ സാഹചര്യങ്ങളെ നോക്കി നിന്നെ സ്നേഹിക്കുന്നവനല്ല എൻ്റെ യേശു. ഹല്ലേലൂയ. നിന്റെ പരിധികളിലും പരിമിതികളിലും അതിനപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെല്ലാം ഭവിച്ചാലും, ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമായാലും നിനക്ക് സ്നേഹം മാത്രം പകരുവാൻ കഴിവുള്ളവനായ എൻ്റെ യേശു. ഹല്ലേലൂയ. ആ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ നാമം പറയുമ്പോൾ, അവന്റെ നാമത്തെ നാം ആരാധിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ വളരെ വലിയ വിടുതലുകൾ കാണുവാൻ ഇടയാകും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ മാത്രം നമ്മളോട് ചേർന്ന് പാടാമോ? ആര് പറഞ്ഞാലും ഞാൻ ഏകനാകത്തില്ല, ആരെന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും ഏകനാകത്തില്ല. എന്റെ യേശു എന്റെ കൂടെയുണ്ട്, എന്റെ രാജാവായവൻ എന്റെ കൂടെയുണ്ട്, എന്റെ ഇടയനാവൻ എന്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന യേശുവിന്റെ കൂടെയുണ്ട്. ഓ ആരു പറഞ്ഞാലും ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടും. പറയാമോ ചേർന്ന്? ആരു ശബ്ദമുയർത്തും ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ? ആഴിയിന്നോളങ്ങൾ ആർത്തിരം വീടുമ്പോ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ.
അനേകനാകുമോ. പിശാചിന്റെ മുഖത്ത് നോക്കിയിട്ട് പറ, നീ എന്നെ എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും, നീ എന്നെ എത്രയൊക്കെ ദൂരെ എറിഞ്ഞു കളയാൻ ശ്രമിച്ചാലും, എന്റെ കർത്താവിന്റെ കൂടെയുണ്ടെന്ന്. അതാണ് പറഞ്ഞത്, ആര് പറഞ്ഞാലും നിന്നെ കൈവിടാത്തവൻ. ഹല്ലേലൂയ. ഒരപ്പന്റെ സ്നേഹം നാം തിരിച്ചറിയുന്നെങ്കിൽ, മക്കളായ നമുക്ക് നമ്മുടെ കർത്താവിനോട് സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ ഒരുമിച്ചൊന്ന് പറയാമോ? എന്റെ യേശുവേ, ഈ ഉലകത്തിൽ ഞാൻ അങ്ങേക്കൊപ്പം നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങന്റെ കൂടെ നടക്കണമേ എന്ന്. എന്നെ മാറ്റി നിർത്തുന്നവരുടെ മുൻപിൽ, ഹല്ലേലൂയ, എന്നെ പകയ്ക്കുന്നവരുടെ മുൻപിൽ, എന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ ഞാൻ ഏകനല്ല. ഹല്ലേലൂയ. ഏറ്റവും വലിയവൻ, എനിക്ക് ഏറ്റവും വലിയ കർത്താവ്, എന്റെ പൊന്നു കർത്താവ് എന്റെ കൂടെയുണ്ടെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, എന്റെ തിന്മകളെ മായിച്ചവൻ, എന്റെ യേശു നല്ലവൻ. ആഴികളിൽ വഴിയൊരുക്കുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ. മരുഭൂമിയിൽ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ ജീസസ്. ഓ ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ മാത്രമാണുള്ളത്. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് നിന്ദയായിരിക്കാൻ തരുന്നത്, ഈ ലോകം നമുക്ക് കഷ്ടതയായിരിക്കാൻ തരുന്നത്, ഈ ലോകം നമ്മളെ ദുഷിക്കുമായിരിക്കും. പക്ഷേ നിന്നെ കാണാമെന്നൊരു കണ്ണ്, ഹല്ലേലൂയ, നിന്നെ ദുഷിക്കാത്തൊരു കണ്ണ്, ഹല്ലേലൂയ, നിന്നെ അകറ്റി നിർത്താത്തൊരു കൈയ്യ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു നാമമുണ്ടെങ്കിൽ അതിന്റെ യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഉറപ്പുള്ളവരൊക്കെ അതരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ ഇന്ന് പകൽക്കാലം നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, അതൊരിക്കലും നമുക്ക് തടുത്തു വെക്കുവാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ ജീസസ്. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആ അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിയുന്നവർ മൗനമായിട്ടിരിക്കാതെ കരങ്ങൾ ചേർത്തടിച്ചൊരുമിച്ച് ഹല്ലേലൂയ ജീസസ്. ഹത്തുന വൈശവനരകനെ റീഗൽ കമന വൈശവ. ഓ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ കർത്താവിലേക്ക് ഒന്ന് കൊടുത്തിട്ട്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ കർത്താവിലേക്ക് ഒന്ന് പകർന്നിട്ട്, നിന്റെ ഹൃദയത്തെ കർത്താവിലേക്ക് ഒന്ന് പകർന്നിട്ട് കർത്താവിനോട് പറ, ആര് മറന്നാലും എന്നെ മറക്കാത്തൊരുവനാണ് എന്റെ യേശു. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? ഹല്ലേലൂയ. എനിക്ക് തലചായ്പാൻ ഒരിടമുണ്ടെങ്കിൽ, എനിക്കൊരു മാർവിടമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ മാർവാണെന്ന്. എന്റെ എല്ലാമാണ് എന്റെ യേശു. അങ്ങനെ ദൈവമാണ്, അങ്ങനെ ഉറപ്പുള്ള പാറയാണ്. ശബ്ദൽ പ്രഭാന ഹത്തുരേ റീഖൽ കമന വൈശമാന സിയാന്തന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ വഴികൾ, പുതിയ നന്മകൾ, ഹല്ലേലൂയ, പുതിയ നന്മകൾ, പുതിയ വഴികൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ കഴിവുള്ളവർ ഇന്ന് പകൽക്കാലം ഇതിന് മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ചെയ്യുന്നവൻ, ഹല്ലേലൂയ. നീ എന്ത് വേണമെങ്കിലും യാചിച്ചാൽ നിനക്ക് ഉത്തരമരുളുന്നവൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവൻ, ഹല്ലേലൂയ. നിന്റെ യാചനകൾ കേട്ട് നിനക്ക് ഉത്തരമരുളുന്നവൻ, നിന്റെ സങ്കടങ്ങൾ കണ്ട് നിന്നോട് മനസ്സലിയുന്നവൻ. ഓ ശബ്ദേരിയാന്തന റീഗൽ കമന വൈശമാനസിയാന്തന. ഹല്ലേലൂയ ജീസസ്. ഇന്ന് പകൽക്കാലം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസാന്നിധ്യം, പുറത്ത് മഴയുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ആത്മീയ മഴ ഇറങ്ങിയിട്ടുണ്ട്. ആ ആത്മീയ മഴയിലൊന്ന് നനഞ്ഞിട്ട്, ആ ആത്മീയ മഴയിലൊന്ന് നനഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിൽ നിന്ന് പലതും നേടാൻ പോകും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്?
ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി പുതു വഴികൾ തുറക്കും. ഹല്ലേലൂയ. പുതിയ ഡോർ എനിക്ക് വേണ്ടി ഓപ്പൺ ആക്കും. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? അടഞ്ഞു പോയത് തുറക്കുന്നൊരു പകലാണിത്. ഹല്ലേലൂയ ജീസസ്. മുടങ്ങിപ്പോയതിനെ ഹല്ലേലൂയ മുടങ്ങിപ്പോയതിന് നിനക്ക് വേണ്ടി തിരിച്ചു നൽകുന്നൊരു പകലാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അതെന്ത് ചെയ്യണമെന്ന് നാം വിശ്വസിക്കണം. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് എത്ര പേർക്ക് കർത്താവിനോടൊന്ന് പറയുവാൻ കഴിയും? കർത്താവേ, എൻ്റെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ, എൻ്റെ മുൻപിൽ അടഞ്ഞ വഴികൾ എനിക്ക് വേണ്ടി ഓപ്പൺ ആകണമേ എന്ന് എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് പറയുവാൻ സാധിക്കും? മനം നൊന്താണ് എന്ന് കടന്നു വന്നത് ആശ്വാസം പകരുവാൻ കഴിവുള്ളവനെ നാം ആരാധിക്കുന്നു. നുറുങ്ങിയ ഹൃദയത്തിലാണോ നീ വന്നത്? നിന്റെ നുറുങ്ങിയ ഹൃദയത്തെ പണിയുവാൻ കഴിവുള്ളവൻ, നിനക്ക് സന്തോഷം തരുവാൻ കഴിവുള്ളവൻ അവന് ഞാൻ തിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചിട്ട് നമ്മുടെ കർത്താവിനോടൊന്ന് പറയാമോ? എൻ്റെ യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യണമേ എന്ന്. അടുത്തിരിക്കുന്നവർക്ക് കരങ്ങൾ കൊടുത്തിട്ട് പറ, യേശു വലിയവ ചെയ്യുമെന്ന്. ഒരിക്കൽ കൂടി ചിരിച്ചോണ്ട് പറയാമോ? എൻ്റെ യേശു നിനക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന്. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു പകൽക്കാലമാണിത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവർ. യേശു യേശു അവനാരിലും വലിയവർ. യേശു യേശു അവനാരിലും അവനാരിലും മതിയായവനാണ് എൻ്റെ യേശു. പറയാമോ? യേശു സകല അകലം തുറന്നിട്ട് യേശു അവനാരിലും വലിയവൻ. പറ പറ. യേശു യേശു അവനാരിലും മതിയായവൻ. പറയാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പുതുജീവനെന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഒന്നുകൂടി ചേർന്ന് യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അയച്ചവനെ എൻ രക്ഷയുടെ ആധാരമേ, അയച്ചവനെ എൻ രക്ഷയുടെ
എത്ര ആവശ്യങ്ങൾ എൻ്റെ ചുറ്റും ഞാൻ അങ്ങനെ നോക്കും. എത്രയോ നിന്ദകൾ, എത്രയോ ദേവകൾ എൻ്റെ ചുറ്റും നിന്നാലും ഞാൻ ഉമ്മെ നോക്കും. ഉത്തമ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ ചുറ്റും പ്രശ്നങ്ങൾ വന്നാലും, എനിക്ക് ചുറ്റും പ്രതികൂലമേറിയാലും എന്നെ കാണുന്ന ഒരുവനുണ്ടെന്ന്. ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവരാണ് നാം ഒരുമിച്ച്. എൻ്റെ പ്രശ്നങ്ങൾക്ക് മേൽ മറികടക്കുവാൻ, എൻ്റെ പ്രതികൂലങ്ങൾക്ക് മേൽ മറികടക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ കൂടുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഈ ഉലകത്തിൽ എനിക്ക് നിൽക്കണമെങ്കിൽ അങ്ങയുടെ ശക്തി എനിക്ക് വേണമപ്പാ, അങ്ങയുടെ കൃപ എനിക്ക് വേണമപ്പാ, അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ഒരു പുതു ഭാഷ എനിക്ക് വേണമെന്ന് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? അങ്ങനെയുള്ളവരൊക്കെ ആദരങ്ങൾ തുറന്നത് ഞങ്ങളോട് ചേർന്ന് ഒരുമിച്ച് പാടാമോ? എൻ്റെ യേശു 10,000 സുന്ദരൻ, അവൻ മാറത്ത് പൊൻകച്ച അണിഞ്ഞവൻ, അവനെ പോലെ തുല്യം ചൊല്ലുവാൻ വേറൊരുവനില്ല, അവനെ പോലെ യോഗ്യനായവൻ വേറൊരുവനില്ല. ഹല്ലേലൂയ. മനോവ്യാധികൾ നമ്മുടെ ജീവിതത്തിൽ ഏറുമ്പോൾ മനസ്സലിവോട് കരുണ കാട്ടി നമ്മളെ നടത്തുന്ന ഒരു കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ നാളുകൾ നമുക്കുള്ളതല്ലായിരുന്നു, ഇന്നെന്ന നാളുകൾ നമുക്കുള്ളതല്ല, നാളെ എന്നത് നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. നമ്മുടെ നാളുകളെ അറിയുന്നവൻ, നമ്മുടെ ആയുസ്സിനെ അറിയുന്നവൻ, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ അറിയുന്നവൻ, ആ യേശുവിന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവനെ പോലെ ഒരുവൻ വേറെയില്ല കേട്ടോ, അവനെ പോലെ മറ്റൊരാൾ വേറെയില്ല കേട്ടോ. ഉലക ചരിത്രത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നവൻ, സ്നേഹം പകരുവാൻ കഴിയുന്നവൻ, അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അതിന്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ആ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അല്പസമയങ്ങൾ ആ കരങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്താമോ? ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് സംസാരിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. മുമ്പ് പാടിയതുകൊണ്ട് നിന്റെ ആവശ്യങ്ങളെ കർത്താവിനോട് പറയുവാനുള്ള സമയമാണിത്. ഹല്ലേലൂയ. ആദരങ്ങൾ തുറന്നിട്ട് കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണമപ്പാ, എനിക്ക് അങ്ങയുടെ കൃപ വേണമപ്പാ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണമപ്പാ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിനോട് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വിടുതൽ തരുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. അവൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ട് അവനോട് സംസാരിക്കുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. അവനോട് സംസാരിച്ച് തുടങ്ങിയാട്ടെ. ശംബൽ ഖമന രഗൽ ഖമന വൈശം. ഹല്ലേലൂയ. ജീസസ്. ഓ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പറയാമോ? ഓ ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ
എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. അങ്ങനെയെങ്കിലും ചേർന്ന് ഒരുമിച്ച് യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഉമ്മഴകാന കണ്ണുകൾ എന്നെ കണ്ടതാലേ, முடிந்ததென்றும் நினைத்து நான் உயிர் வாழ்கின்றேன். உம்மழகான கண்கள் என்னை கண்டதாலே, முடிந்ததென்றும் நினைத்து நான் உயிர் வாழ். யாரும் அறியாத யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்றாய் தேடி വന്ന നല്ല നേസരേ. ശരിയല്ല, ആരും അറിയാതിരുന്ന സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ഒരു കണ്ണും കാണാതിരുന്ന സാഹചര്യങ്ങളിൽ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ കണ്ടൊരു കണ്ണില്ലേ, നമുക്ക് വേണ്ടി തുറന്നൊരു കണ്ണില്ലേ. ഹല്ലേലൂയ. അറിയാതെ എന്നെ നன்றாய் அறிந்து தேடி வந்த நல்ல நேசரே, உம்மழகான கண்கள் என்னை கண்டதாலே, முடிந்ததென்று நினைத்து நான் உயிர் வாழ்கின்றேன். உம்மழகான கண்கள் என்னை கண்டதாலே, முடிந்ததென்று நினைத்து நான் ഉയിർ வாழ்கின்றേ. ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ, ഒന്നും ഞാനാകാതെ ഇരുന്ന സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ, ഇത്രത്തോളം നന്നായി അറിഞ്ഞ് നമ്മളെ പുലർത്തിയെങ്കിൽ, ഹല്ലേലൂയ, എത്രയൊക്കെ ഹൃദയത്തിൽ നിന്നും നന്ദി പറഞ്ഞാലും, എത്രയൊക്കെ അവനെ ആരാധിച്ചാലും, എത്രയൊക്കെ മഹത്വം കരയറ്റിയാലും മതിയാവത്തില്ല. ഹല്ലേലൂയ. ആ സ്നേഹം തിരിച്ചറിയുന്നവർ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമല്ലാതിരുന്ന സാഹചര്യങ്ങൾ, നമുക്കൊന്നുമില്ലാതെ ഇരുന്നപ്പോൾ, ഹല്ലേലൂയ, ആ സമയത്ത് സന്തോഷത്തോടെ നമ്മളെ നടത്തിയെങ്കിൽ, ഹല്ലേലൂയ, ആ സാഹചര്യങ്ങളിൽ നമ്മളെ സന്തോഷം പകർന്ന് നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിയെങ്കിൽ, ഹല്ലേലൂയ, അവനെ പോലെ വേറൊരുവനില്ല കേട്ടോ, അവനെ പോലെ വേറൊരുവനില്ല. ഹല്ലേലൂയ. അവനെ പോലെ ആരാധിക്കുവാൻ കൊള്ളാത്തവൻ വേറൊരുവനില്ല. ഹല്ലേലൂയ. അവനെ പോലെ മഹത്വം കരേറ്റുവാൻ കഴിയുന്നവൻ വേറൊരുവനില്ല. അവനെ പോലെ സ്തുതിക്കുവാൻ കഴിയുന്നവൻ വേറൊരുവനില്ല. ഹല്ലേലൂയ. അതരങ്ങളൊക്കെ തുറന്ന്, ഹല്ലേലൂയ, നമുക്ക് ലഭിക്കുന്ന സമയമൊക്കെയും, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന് നന്ദി കരേറ്റുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ കർത്താവിന് സ്തുതി കരേറ്റുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ കർത്താവിന് സകല നാവും തുറന്ന് മഹത്വം കരേറ്റുവാൻ കഴിയുമെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ അതരങ്ങൾ തുറന്ന് ചേർന്നൊരുമിച്ച്, ഹല്ലേലൂയ. ഓ ശാബക്കമന വൈശമാനസിയ ദീവാനഹത്തുന ഒന്നും ഇല്ലാത്ത എന്നെ
എനിക്കറിയത്തില്ല. മുൻപ് പറഞ്ഞത് കൂട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു യോഗ്യതയും പറയാനില്ല സാഹചര്യം. മുൻപിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതിയെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ, ഇന്ന് നമ്മളെ ഈ ചിരിക്കുന്ന മുഖത്തോടുകൂടി, ഈ സന്തോഷമുള്ള മുഖത്തോടുകൂടി, സന്തോഷം തുളുമ്പി നിൽക്കുന്ന ഹൃദയത്തോടുകൂടി നമ്മുടെ കർത്താവിനകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പലരും പിന്നോട്ട് ചിന്തിച്ച് നോക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പിൻപിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ നാം മുൻപ് എന്തായിരുന്നു ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹല്ലേലൂയ. ജീസസ്. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് തന്നതാ. ഹല്ലേലൂയ. ഒരു പക്ഷേ ലോകം നിന്നെ നോക്കി പറഞ്ഞേക്കാം, നിനക്ക് വലിയ കാറുണ്ട്, നിനക്ക് വലിയ വീടുണ്ട്. പക്ഷേ അപ്പോഴും നാം പറയണം നമ്മുടെ കർത്താവിനോട്, അപ്പാ അങ്ങ് എനിക്ക് തന്നതല്ലാതെ ഒന്നുമില്ലപ്പാ. ഹല്ലേലൂയ. ഒന്നിനും കൊള്ളാതിരുന്ന സാഹചര്യങ്ങളിൽ, ഒന്നിനും കൊള്ളാത്തവരായി ഞങ്ങളെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങളിൽ ഇന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടിപ്പിടിച്ചതല്ലപ്പാ, അങ്ങയോട് ചോദിച്ചു മേടിച്ചതാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അതെൻ്റെ കർമ്മവും പ്രവർത്തികളൊന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ ചെയ്ത നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ യേശുവിനെ കൃപയാൽ രക്ഷിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, അവൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട്, ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞാൻ അങ്ങയെ ആരാധിക്കുന്നത് കൊണ്ട് എൻ്റെ യേശു എനിക്ക് തന്നതാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നാം അവനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഓ, എൻ കർമ്മവും പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ്റെ കർമ്മവും പ്രവർത്തിയാ, അതിനർത്ഥം പറയാം, എൻ്റെ നേർച്ചയും കാഴ്ചയാലുമല്ല, പിന്നെന്താ, കൃപയാൽ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ കൃപയാൽ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ. ആ ഉറപ്പ് ഹൃദയത്തിൽ ഹരിക്കുന്നവർ കരങ്ങൾ ചേർത്ത് യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ എന്ന് പറഞ്ഞ എൻ കർമ്മം പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല. എന്നിട്ട് ധൈര്യത്തോടൊന്ന് പറ, കൃപയാൽ എൻ്റെ യേശുവിനെ രക്ഷിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം, എനിക്ക് എൻ്റെ ജീവനുള്ള നാളെല്ലാം, ഹല്ലേലൂയ, എൻ്റെ ശബ്ദം പുറത്തു വരുന്ന നാളെല്ലാം ഞാൻ അങ്ങയെ ആരാധിക്കുമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. കൃപയാൽ രക്ഷിച്ചതിനാ ഞാൻ ഇന്നും അങ്ങയെ ആരാധിച്ചിടും. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയിട്ട് യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ,
യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഒരു നിമിഷം അത് ആ സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ ജീസസ്. ഇന്ന് പകൽക്കാലം നമ്മൾ വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവസാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതിനകത്തായിരിക്കുന്നത്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ പാസ്റ്റർ